ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഞ്ജൂസ് മാത്സ്. മഞ്ജൂസ് മാത്സിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ആദ്യത്തെ ചോദ്യം, ക്ലോക്കിൽ സമയം 12:35 ആകുമ്പോൾ കണ്ണാടിയിലെ പ്രതിബിംബത്തിലെ സമയമാണ് ചോദിച്ചിരിക്കുന്നത്. പ്രതിബിംബത്തിലെ സമയം കാണാനായിട്ട് എന്താണ് ചെയ്യുന്നത്? 12 മണിക്ക് കൂടുതലാണെങ്കിൽ നമ്മൾ കാണുന്നത് 23:60. അതിൽ നിന്നും തന്നിരിക്കുന്ന സമയം അങ്ങ് മൈനസ് ചെയ്താൽ മതി അല്ലേ. 23.60 നിന്നും ആ തന്നിരിക്കുന്ന സമയം മൈനസ് ചെയ്യാണ് അല്ലേ. 23 മണിക്കൂർ 60 മിനിറ്റ് അല്ലേ, ഇതാണ് ഇത് ഉദ്ദേശിക്കുന്നത്. അതിൽ നിന്നും 12.35 അതായത് 12:35 സമയം തന്നിരിക്കുന്ന സമയം മൈനസ് ചെയ്യുന്നു. മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 5.2.11 11.25 അഥവാ 11:25 എന്ന് പറയുന്ന സമയമാണ് കിട്ടുന്നത്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു സാധനം 150 രൂപയ്ക്ക് വിറ്റപ്പോൾ 25% നഷ്ടം വന്നു. എന്നാൽ വാങ്ങിയ വില എന്തായിരിക്കും? വാങ്ങിയ വില കാണാനായിട്ട് നമുക്ക് ഇക്വേഷൻ അറിയാം അല്ലേ. എന്താണ് വാങ്ങിയ വില കാണാനുള്ള ഇക്വേഷൻ? വാങ്ങിയ വില ഇസ് ഈക്വൽ ടു വിറ്റ വില കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് അല്ലേ. വിറ്റ വില ഇൻറ്റു നഷ്ട ശതമാനമാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ മുകളിൽ 100 വരും, ഡിവൈഡഡ് ബൈ 100 മൈനസ് നഷ്ടശതമാനം. ഓക്കെ, ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. വിറ്റ വില എന്ന് പറയുന്നത് 150 ആണ്, ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 100 മൈനസ് 25% നഷ്ടശതമാനം. 25 ഇസ് ഈക്വൽ ടു 150 ഇൻറ്റു 100/75. 50 2 തവണ പോവും, ഇസ് ഈക്വൽ ടു 200. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 200 ആണ് വാങ്ങിയ വില. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശ്രേണി പൂർത്തിയാക്കുക. 3, 4, 8, 17, 33. നെക്സ്റ്റ് ടൈം നമുക്ക് കാണണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് എഴുതുകയാണ്. 3, 4, 8, 17, 33. അടുത്ത ടൈം കണ്ടുപിടിക്കാനായിട്ട് ആദ്യം തന്നെ ഇതിൻ്റെ റിലേഷൻ ഒന്ന് കണ്ടുപിടിക്കണം അല്ലേ. ആദ്യം 3 എങ്ങനെയാണ് 4 ആയത്? 3ൻ്റെ കൂടെ 1 ആഡ് ചെയ്തു. നെക്സ്റ്റ് 4ൻ്റെ കൂടെ എത്ര ആഡ് ചെയ്തപ്പോഴാണ് 8 ആയത്? 4 ആഡ് ചെയ്തു അല്ലേ. നെക്സ്റ്റ് 17 ആയത് 9 ആഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് 17 എങ്ങനെ 33 ആയി? 16 ആഡ് ചെയ്യുമ്പോഴാണ് 17 എന്നത് 33 ആയത്. ഇവിടെ നോക്കുമ്പോൾ പ്രത്യേകിച്ച് റിലേഷൻ ഒന്നും കിട്ടുന്നില്ല. എങ്ങനെയാണ് 1, 4, 9, 16 ആയതെന്നുള്ളത് നമുക്കൊന്നുകൂടി ചെക്ക് ചെയ്യാം. ഇവിടെ നോക്കുമ്പോൾ 1ൻ്റെ കൂടെ 3 ആഡ് ചെയ്തപ്പോഴാണ് 4 കിട്ടിയത്. അടുത്തത് 4, 9 ആയത് 5 ആഡ് ചെയ്തപ്പോഴാണ്. അത് കഴിഞ്ഞ് 9, 16 ആയത് 7 ആഡ് ചെയ്തപ്പോഴാണ് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്കൊരു പാറ്റേൺ കിട്ടിയല്ലോ. 3, 5, 7 ഒറ്റസംഖ്യകളാണ് ആഡ് ചെയ്ത് പോകുന്നത്. അപ്പോൾ നെക്സ്റ്റ് എന്തായിരിക്കും? 3, 5, 7 കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒറ്റസംഖ്യ എന്ന് പറയുന്നത് 9 ആയിരിക്കും അല്ലേ. അപ്പോൾ 16ൻ്റെ കൂടെ 9 ആഡ് ചെയ്യുന്നു, 25 എന്ന ആൻസർ കിട്ടുന്നു. അപ്പോൾ 33ൻ്റെ കൂടെ നമ്മൾ 25 ആഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടൈം കിട്ടും 8, 3, 2, 5, 58 എന്നതാണ് അടുത്ത ടൈം വരുന്നത്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ചോദ്യം, റാണി വടക്ക് ദിശയിലേക്ക് 20 മീറ്റർ നടന്നു. പിന്നീട് വലത്തോട്ട് തിരിഞ്ഞ് 25 മീറ്റർ നടന്നു. വീണ്ടും വലത്തോട്ട് തിരിഞ്ഞു 18 മീറ്റർ നടന്നു. അവിടെ നിന്ന് വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 13 മീറ്റർ നടന്നു. ഇപ്പോൾ റാണി ഏത് ദിശയിലാണ് നിൽക്കുന്നത്? ഡയറക്ഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്. നമുക്ക് ഏത് ദിശയിലാണ് നിൽക്കുന്നത് എന്ന് നമുക്ക് കാണണം അല്ലേ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കാം. ആദ്യം റാണി വടക്ക് ദിശയിലേക്ക് 20 മീറ്റർ നടന്നു. അതിന് മുൻപ് ഡയറക്ഷൻ അറിയാത്തവർ ഇവിടെ ശ്രദ്ധിക്കുക. എങ്ങനെയാണ് നമ്മൾ ഡയറക്ഷൻ അടയാളപ്പെടുത്തുന്നത്? മുകളിൽ നോർത്ത്, താഴെ സൗത്ത്, റൈറ്റ് സൈഡിൽ ഈസ്റ്റ്, ലെഫ്റ്റ് സൈഡിൽ വെസ്റ്റ് അല്ലേ. ഇങ്ങനെയാണ് നമ്മൾ അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് വരച്ച് നോക്കാമല്ലോ. ആദ്യം റാണി വടക്ക് ദിശയിലേക്ക് 20 മീറ്ററാണ് നടക്കുന്നത്. വടക്ക് ദിശ എന്ന് പറയുന്നത് ഈ ഡയറക്ഷൻ 20 മീറ്റർ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വലത്തോട്ട് തിരിഞ്ഞിട്ട് 25 മീറ്റർ നടന്നു. ഇവിടെ നിന്ന് വലത്തോട്ട് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് 25 മീറ്റർ നടന്നു. അതിന് ശേഷം വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 18 മീറ്റർ നടന്നു. വലത്തോട്ട് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടായിരിക്കും 18 മീറ്റർ. അതിന് ശേഷം ഇടത്തോട്ട് തിരിഞ്ഞ് 13 മീറ്റർ നടന്നു. ഇവിടെ നിന്ന് ഇടത്തോട്ട് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് 13 മീറ്റർ.
അപ്പോൾ ഈ ഒരു ഡയറക്ഷൻ എങ്ങോട്ടാണ്? അതായത് ഈ ഡയറക്ഷൻ ഇതെന്ന് പറയുന്നത് എങ്ങോട്ടാണ്? കിഴക്കാണ്. ഈസ്റ്റ് കിഴക്കാണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി കിഴക്കാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ തന്നിട്ടുള്ള വാക്കുകളെ ശരിയായി ക്രമീകരിച്ച ശേഷം ഉചിതമായത് വേർതിരിക്കുക. അപ്പോൾ താഴെ കുറച്ച് വാക്കുകൾ തന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് ശരിയായിട്ട് ക്രമീകരിക്കണം. ഇതെങ്ങനെ ചെയ്യാം? ഓപ്ഷൻ എ നോക്കുമ്പോൾ CHSOLO ഇത് നമുക്ക് അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് സ്കൂൾ എന്നാണ് കിട്ടുന്നത്. ഇതൊരു വേർഡാണ് അല്ലേ? സ്കൂൾ എന്ന് പറയുന്ന വേർഡ് കിട്ടും. നെക്സ്റ്റ് നോക്കുമ്പോൾ ENPLIC ഇത് അറേഞ്ച് ചെയ്യുമ്പോൾ കിട്ടുന്നത് പെൻസിൽ എന്നാണ്. ഓക്കെ. നെക്സ്റ്റ് ഇത് നോക്കുമ്പോൾ ARESER എന്താണ്? ഇത് അറേഞ്ച് ചെയ്യുമ്പോൾ ഇറേസറാണ് നമുക്ക് കിട്ടുന്നു. നെക്സ്റ്റ് HRNSPEARE ഇത് നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഷാർപ്പനർ എന്നാണ്. ഓക്കെ. അപ്പോൾ ഇതിൽ ഒറ്റയാന ഏതാണ്? ഓപ്ഷൻ ബിയും സിയും ഡിയും നോക്കുമ്പോൾ പെൻസിൽ, ഇറേസർ, ഷാർപ്പനർ എന്നാണ് കിട്ടുന്നത്. ഇതിൽ സ്കൂളാണ് വേർതിരിഞ്ഞ് നിൽക്കുന്നത്. അതായത് സ്കൂൾ ഒഴികെ ബാക്കിയുള്ള 3 ഓപ്ഷൻസും സ്കൂളിൽ തന്നെ ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് അല്ലേ? സ്കൂൾ എന്ന് പറയുന്നത് വലിയൊരു സെറ്റായിട്ട് എടുക്കാം. സ്കൂളിൽ പെടുന്നതാണ് ഈ പെൻസിൽ, ഇറേസർ, ഷാർപ്പനർ എല്ലാം അല്ലേ? അപ്പോൾ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. ജസ്റ്റ് ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളൊരു 5 ക്വസ്റ്റ്യൻസ് ആണ് ചെയ്ത് നോക്കിയത്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.